ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അത് സ്ഥാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MG പ്രതീഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രതീഷ്, ഇപ്പോൾ ഈ ജോലി പൂർണ്ണമായി തീർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശബരിമല ഇനി മറ്റ് പൂജകളിലേക്കൊക്കെ കടക്കുന്നു സന്നിധാനം എന്നും മനസ്സിലാക്കുകയാണ്. ദീപാരാധനയ്ക്കുള്ള തിരക്കിലായിരിക്കും ഒരുപക്ഷെ അവിടെ വലിയ ഭക്തജന തിരക്കുണ്ട്. എന്തായാലും ഈ ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി ഒപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ ലക്ഷോപലക്ഷം ആളുകൾ ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ പുനഃസ്ഥാപിച്ചത് ഉൾപ്പെടെയുള്ള ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ചത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ജോലികൾ പൂർത്തിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവിധ, തീർച്ചയായും സ്വർണ്ണക്കൊള്ളയിൽ വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഈ ശബരിമലയിൽ തിരികെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. ഈ സ്ഥാപിച്ച ഈ ദ്വാരപാലക ശില്പങ്ങളുടെ ഈ ശുദ്ധക്രിയകൾ ഇവിടെ നടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്ര തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിലായിരിക്കും അത്തരം ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം ഈ ദീപാരാധനയിലേക്ക് കടക്കും. ഇന്ന് തുലാമാസ പൂജകൾക്കായി നട തുറക്കുന്ന ആദ്യ ദിവസം ഇന്ന് പ്രത്യേക ചടങ്ങുകൾ ഒന്നും തന്നെ ഇല്ല. ഈ നാളെയായിരിക്കും മറ്റ് അതേപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇനി ശബരിമലയിലെ സാധാരണ പൂജകളിലേക്കുമെല്ലാം ക്ഷേത്രം കടക്കാൻ പോവുകയാണ്. എന്തായാലും തുലാമാസ പൂജകൾക്കായി ശബരിമല നട അല്പസമയം മുൻപാണ് തുറന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികളാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്ന നടപടികൾ പൂർണ്ണാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് ഈ നടപടി സന്നിധാനത്ത് നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.